അമ്മമാരെ, മാതാപിതാക്കളെ എല്ലാവരെയും ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ യോഗ എനിക്കും അതുമൂലം മറ്റുള്ള എല്ലാവർക്കും തന്നെ പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ച് പതിയെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സൂര്യ നമസ്കാരമാണ്. 12 സ്റ്റെപ്പിലുള്ള സൂര്യ നമസ്കാരമാണ്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ എംപ്റ്റി സ്റ്റൊമക്കിലായിരിക്കണം ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായും ഗുണം കിട്ടുന്നത്. ഇതിലൂടെ എല്ലാവർക്കും മനസ്സിനും ശരീരത്തിനും ഗുണമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സൂര്യ നമസ്കാരം 12 സ്റ്റെപ്പിലുള്ളത് തുടങ്ങുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂട്ടം. ആദ്യമായി സമസ്ഥിതി, അതായത് നമ്മുടെ മധ്യഭാഗം വരെ ബട്ടക്സ് വരെ സ്ക്വീസ് ചെയ്ത് ഞെരിച്ച് നല്ല സ്റ്റഡിയായി നിൽക്കുക. സമസ്ഥിതിയിൽ നിന്നതിന് ശേഷം ഇങ്ങനെ നിൽക്കുന്നത് സമസ്ഥിതിയിൽ നിൽക്കുക എന്നാണ് പറയുന്നത്. നിന്നതിന് ശേഷം കൈകളെ നമ്മുടെ നെഞ്ചിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന് നമസ്കരിച്ച് കൊണ്ട് തുടങ്ങുകയാണ്. ആദ്യമായിട്ട് കൈകൾ നോക്കിക്കൊണ്ട് ഏകം താഴ്ത്തി നമ്മുടെ കാലിന്റെ ഇരുവശത്തായി തൊടാൻ ശ്രമിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മുട്ട് വളഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ത്രേധാ 3 അടി മുന്നിലോട്ട് ചത്വാരി പഞ്ച ബട്ടക്സ് ഭാവം ഉയർന്നിരിക്കണം. ബട്ടക്സ് നെഞ്ച് സ്പർശിക്കുക. ബട്ടക്സ് ഉയർന്നിരിക്കും. നോക്കുക. സപ്ത വലതുകാലം മുന്നോട്ട് കയറ്റി വെച്ച് അഷ്ട നവ ചേർത്ത് താമരം മുട്ടുപോലെ കൈകൾ വെക്കുക. ഏകാദശ ഒരു റൗണ്ട് ഇങ്ങനെ പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ 12 തവണ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു ദിവസത്തെ മുഴുവനായിട്ടുള്ള ആരോഗ്യത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമെന്നുള്ളത് വളരെ അച്ചിട്ടമായ കാര്യമാണ്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഈ സൂര്യ നമസ്കാരത്തിൻ്റെ 12 സ്റ്റെപ്പിലുള്ള ഈ പങ്കി ഇവിടെ പൂർണ്ണമാകുന്നു. ഇനിയുമുണ്ട് ഇതിന് പുറകെ യോഗയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അത് നമുക്ക് പുറകാലെ